ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫ് ഓർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ടിങ്ങിൽ വന്നിട്ടുള്ള ഒരു പുതിയൊരു ഫീച്ചേഴ്സിനെ പറ്റിയാണ്. നമ്മൾ സാധാരണയായിട്ട് ചാർട്ടിങ്ങിൽ സ്ക്രീനർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് സ്കാനിൽ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് വേണ്ട ഒരു കണ്ടീഷൻ എന്താണോ അത് നമ്മൾ ആ ഒരു കോഡ് ഇവിടെ കൊടുക്കാറ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്, മാജിക് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട കണ്ടീഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചാർട്ടിങ് തന്നെ ആ ഒരു കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എനിക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് മൾട്ടി ഇയർ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, സ്റ്റോക്സ് ബ്രേക്സ് മൾട്ടി ഇയർ ഹൈ റീസെൻ്റ്ലി. എന്നിട്ട് നമ്മൾ ജനറേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ചാർട്ടിങ് തന്നെ ആ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ആണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് റൺ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം 37 സ്റ്റോക്സുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് സ്റ്റോക്സുകൾ നോക്കാം. ഓക്കെ, അതാണ് ഇത് മൾട്ടി ഇയർ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് 2 ഇയേഴ്സിൻ്റെ നോക്കാം. വീക്ക്ലി ചാർട്ട് ഉണ്ടോ, മൾട്ടി ഇയർ ഹൈ ആണ് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. കറക്റ്റാണ്. നമുക്കത് റാൻഡായിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതും മൾട്ടി ഇയർ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു റിസൾട്ട് കറക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഒരുപാട് സ്റ്റോക്സുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. 37 സ്റ്റോക്സുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വീണ്ടും ഫിൽറ്റർ ചെയ്യണം. അപ്പോൾ നമുക്കാണെങ്കിൽ വീണ്ടും കൊടുക്കാം വിത്ത് ഹൈ വോളിയം ജനറേറ്റർ. ഓക്കെ, അപ്പോൾ വെറും 14 സ്റ്റോക്സുകളായി കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് കറക്റ്റ് ആണെന്ന് നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്യാം. ബിർള മണി നോക്കാം, 1 ഇയർ ഡെയിലി ചാർട്ട് നോക്കാം. ഉണ്ടോ, അപ്പോൾ ഇവിടെ നമുക്ക് വോളിയം കയറിയിരിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ചെറുതായിട്ട് വോളിയം കയറിയിട്ട് കാണാൻ സാധിക്കും. മറ്റ് കുറഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ വോളിയം കയറിയിട്ടാണ് ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത്. അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ വോളിയം കയറിയിട്ടുള്ള ബ്രേക്ക് ഔട്ടാണ്. കണ്ടോ, കണ്ടോ ഇവിടെയും കാണാൻ സാധിക്കും. കണ്ടോ, നല്ല രീതിയിൽ വോളിയം കയറിയിട്ടുണ്ട്. ആ ഒരു വോളിയത്തിലാണ് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹൈ വോളിയത്തിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ മൾട്ടി ഇയർ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സുകൾ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 14 സ്റ്റോക്കുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റോക്സുകൾ മാനുവലായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്സുകൾ ഏതൊക്കെയാണോ അത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഓക്കെ, നല്ല വോളിയുള്ള സ്റ്റോക്സുകൾ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇതിൽ നിന്ന് ലിസ്റ്റിൽ നിന്ന് ഉണ്ടോ, മൾട്ടി ഇയർ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത സ്റ്റോക്കുകളാണ്. നല്ല വോളിയത്തിൽ തന്നെയാണ് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ സ്റ്റോക്സ് നമുക്ക് ആദ്യം ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് സ്കാനർ വേണമെങ്കിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് കൊടുത്താൽ മതി. ഇവിടെ നോക്കുന്നത് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ സ്റ്റോക്സ് ആണ്. ഓക്കെ, ആ ഒരു കോഡ് ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് റൺ കൊടുക്കാം. അപ്പോൾ ഒരു സ്റ്റോക്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് ആ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺസ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നന്നായിട്ട് രീതിയിൽ സ്കാൻ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ബേസ് ചെയ്തിട്ട് സ്കാൻ ചെയ്യാം. അതായത് ഏതൊക്കെ സ്റ്റോക്സുകളാണ് മൂവിങ് ആവറേജ്, അതായത് സ്റ്റോക്സ് ബ്രേക്സ് എബോ 200 SMA റീസെൻ്റ്ലി. നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് സ്റ്റോക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. മൂവിങ് ആവറേജ് 200 ടിക്ക് ചെയ്ത് കൊടുക്കാം, അപ്ഡേറ്റ് കൊടുക്കാം. കണ്ടോ, കറക്റ്റ് ആ 200 മൂവിങ് ആവറേജ് ഇന്നലെ ക്രോസ് ചെയ്താണ്. കണ്ടോ, അത് നല്ല വോളിയത്തിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ ആ ഒരു കണ്ടീഷൻ കൂടി കൊടുത്തേക്കാം. കാരണം ഇപ്പോൾ നമുക്ക് ഏകദേശം 55 സ്റ്റോക്സാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ കണ്ടീഷൻ കൊടുക്കാം വിത്ത് ഹൈ വോളിയം. അപ്പോൾ 22 സ്റ്റോക്സായി കുറഞ്ഞു. ഉണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നല്ല സ്റ്റോക്സുകൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. കണ്ടോ,
ഇനി നമുക്ക് എന്തെങ്കിലും കണ്ടീഷനൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ മതി. അപ്പോൾ അതനുസരിച്ച് പുതിയ കണ്ടീഷൻസ് ഇവിടെ ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് നല്ല നല്ല സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഫീച്ചർ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മുമ്പൊക്കെ നമ്മൾ ഇതേപോലെ കോഡ് മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമ്മുടെ കണ്ടീഷൻ എന്താണോ ആ ഒരു കണ്ടീഷനോട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോഡ് വരും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിസൾട്ടും ചെക്ക് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് സേവ് സ്കാൻ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.